ഹലോ ഗായ്സ്, അപ്പോൾ ലേസി കിട്ടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബിലിട്ട് വന്നേക്കണത്. ഒരു 6-7 മാസം അടുത്തായി നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 6 മാസത്തിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. വൈഫ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളെ വെഡ്ഡിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഒരു ചെറിയൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം കുറച്ച് കല്യാണത്തിൻ്റെ തിരക്കാവുമ്പോൾ അറിയാമല്ലോ, ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ഓടേണ്ടി വരും. അങ്ങനെ കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ തിരിച്ച് യൂട്യൂബ് ചാനലായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഡ്രോപ്പ് ചെയ്യാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ചാനൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ പിന്നെ പഴയപോലത്തെ സാഹചര്യമില്ല. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ടും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് പരമാവധി കട്ട് ഷോട്ട് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇൻട്രോയ്ക്ക് കുറച്ച് പഞ്ച് കുറവുണ്ടാവും, ക്ഷമിക്കണം. അത് കുറച്ച് നാൾ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് ഇരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലൊക്കെ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ചും കൂടി കളറാക്കണം, കുറച്ചും കൂടി എനർജി കൊണ്ടുവരണം ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വരട്ടെ, സ്വയം അത് വരട്ടെ, പ്രാക്ടീസ് ചെയ്ത് തന്നെ വരട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 6 ചട്ടി സിമൻറ്റും 6 ചട്ടി എംസാൻഡും 3 ചട്ടി സിമൻറ്റും ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ചട്ടി നിറയെ എംസാൻഡ് എടുക്കണമെങ്കിൽ 3/4 ചട്ടി സിമൻറ്റാണ്. ഇതാണ് കണക്ക്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓയിൽ വേണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബൈക്കിൻ്റെ യൂസ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. അത് സ്പ്രെഡ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും ആ ചട്ടിയിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടി, കുറച്ചും കൂടി ഈസി ആയിട്ട് ഇട്ട് പോരാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേസ്റ്റ് ഓയിലില്ല, നമുക്കധികം പൈസ ഒന്നും വേണ്ട. വർക്ക്ഷോപ്പിൽ പോയി ചോദിച്ചാൽ അവർ തരുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ചട്ടിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകാൻ നമ്മൾ പുട്ടൊക്കെ കുഴക്കണതിൻ്റെ ആ ഒരു പരുവം മതി. അതിനുശേഷം നമ്മൾ ആ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചട്ടിയിലിട്ട് കുറച്ച് സിമൻറ്റ് സ്പ്രെഡ് ചെയ്യണം. സിമൻറ്റും എളുപ്പത്തിന് വിട്ടു വരാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എത്രമാത്രം നനവുണ്ടെന്നുള്ളത്. അത് കൈവച്ച് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ തന്നെ ഒരു ഉരുള കൈവച്ച് ഇങ്ങനെ അമർത്തി പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ നനവ് എന്തോരം ഉണ്ടെന്ന്. ഒരുപാട് നനവ് കൂടി പോകാൻ പറ്റില്ല. ഈ ഒരു അളവിൽ ഈ ഭാഗത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാൻ ഭാഗത്തിലോട്ട് പോകാം. ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു PVC പൈപ്പിൻ്റെ ചെറിയൊരു കഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് എളുപ്പത്തിന് എന്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഈവൻ പഴയൊരു സ്പൂണോ കയ്യിലോ അല്ലെങ്കിൽ ചിരട്ടയോ അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടി മിനുസമുള്ള എന്തെങ്കിലും സാധനമാണെങ്കിൽ നമുക്ക് ഇതേപോലെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സൈഡിന് ഷേപ്പ് ചെയ്യണം കണ്ടിട്ട് അതിൻ്റെ വണ്ണം കണ്ടിട്ട് നിങ്ങളാരും പേടിക്കേണ്ട. അത് നമ്മളെല്ലാം ഷേപ്പ് ചെയ്ത് ആവശ്യത്തിനുള്ള വണ്ണമൊക്കെ എടുക്കും. അപ്പോൾ ഈ കൊലശ്ശേരിക്ക് പകരം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഷേപ്പ് ചെയ്യാൻ എനിക്ക് എളുപ്പത്തിന് ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു പീസ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു PVC പൈപ്പ്, സർക്കിൾ PVC പൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഷേപ്പ് കർവായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ യൂസ് ചെയ്താലും കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. കുറേ പേര് കയ്യിൽ വെച്ച് യൂസ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ ഈ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ ചെയ്യണ സമയത്ത് നിങ്ങൾ ആ സൈഡിൽ കാണുന്ന വിള്ളലുകൾ നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ആ വിള്ളലുകൾ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മളിത് അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ആ ഒരു ചട്ടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് കുറച്ച് നല്ലപോലെ ശ്രദ്ധിച്ച് നല്ലപോലെ അമർത്തി ചെയ്യുക. ഒരുപാട് അമർത്തേണ്ട, ആവശ്യത്തിന് പ്രഷർ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ ആ ഒരു മിക്സിനുള്ളതെങ്കിൽ നമുക്കത് കൂടുതൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറയുന്നത്. പിന്നെ താഴെ പരത്തി കൊടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു പാത്രം എടുത്ത് നല്ല ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം ഇനി നടുക്ക് ഒരു ഊട്ട ഇടാൻ വേണ്ടി ഒരു കമ്പി, ഒരു ചെറിയ കഷ്ണം വടിയും കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിന് ഊട്ടിയിടാൻ പറ്റും. അതിനാണ് വെള്ളം പോകാൻ വേണ്ടി നമുക്ക് 3 ഊട്ട ഇടണമെങ്കിൽ 3 ഊട്ട ഇടാം. നിങ്ങൾ ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു 24 hours ശേഷം ഇത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതിനുശേഷം 24 മണിക്കൂർ വെള്ളത്തിലിടുന്ന ഒരു പ്രോസസ്സും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളത് ആദ്യം നോക്കുക. ഇത് വിട്ടിങ്ങനെ ഏകദേശം ഈ രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പകുതി പണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം.
ഓക്കെ, ഇത് കൂടുതൽ സ്ട്രെങ്ത് ആകാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെക്കരുത്. ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ ഒന്നും കൂടി ഉണങ്ങണം. അതായത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നെ 24 മണിക്കൂർ നല്ലപോലെ വെയിൽ കൊള്ളിപ്പിക്കുക, ഉണങ്ങാനുള്ള ഒരു രീതിയിൽ വെക്കുക. അതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ അടർന്നു പോകാനും വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത രീതി ഇങ്ങനെയാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഈ റിസൾട്ടും കിട്ടിയ അത്യാവശ്യം ഒരു 12 ചട്ടിയോളം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചട്ടി വാങ്ങിക്കണേക്കാളും ലാഭമാണ്. ഇപ്പോൾ ഇത് വെള്ളം നിറച്ച് വെച്ചേക്കണതാണ്. ഓക്കെ, 24 മണിക്കൂർ ശേഷം അതിനെ അടർത്താതെ അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചേക്കണ ഒരു ഭാഗമാണ്. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചു ഒരു 24 hours ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 ആദ്യം ചെയ്ത് വെച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നോക്കിയിട്ട് വേണ്ട രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കളർ പെയിൻറ്റ് എടുത്തിട്ട് ബ്രൗണോ അല്ലെങ്കിൽ ബ്ലൂ കളറോ ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് യെല്ലോ ആണെങ്കിൽ യെല്ലോ അടിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഈ 3 കളറിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഫുൾ പെയിൻറ്റിങ് ഏകദേശം ചെറിയ രീതിയിലൊരു ടച്ചപ്പ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ഒന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കണമെന്ന് ഞാൻ ഉറക്കാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് എണീറ്റ് മുഖം പോലും ഒന്ന് വാഷ് ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം. ചെയ്യണമെന്ന് തോന്നി അപ്പോൾ തന്നെ അടുത്ത് ചെയ്ത് റീഎൻട്രി ഇങ്ങനെയൊക്കെ തന്നെ ആവുന്നത്. കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമ്മുടെ ചാനൽ തന്നെയല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം. പെട്ടെന്ന് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടുത്ത് നിങ്ങളുടെ കമൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നിങ്ങളുടെ കമൻസ് എന്തായാലും വിലയേറിയതാണ്. അപ്പോൾ നിങ്ങൾ കമൻസ് ഇടുമ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ, അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് വേണമെങ്കിലും പറഞ്ഞു, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, കൊള്ളാമെങ്കിലും കൊള്ളൂല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അത് ലൈക്ക് ചെയ്താലും ഡിസ്ലൈക്ക് ചെയ്താലും എന്ത് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അത് പറയാനുള്ളത്. പക്ഷേ വീട്ടുകാരെ വിളിച്ച് മാത്രം എന്ത് വേണമെങ്കിൽ പറഞ്ഞു. ഓക്കെ, അതൊരു വാണിംഗാണ്. കാരണം അത് നമുക്ക് ആയിരിക്കും അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.